ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഏത്തപ്പഴം കൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കാം. പഴത്തിൻ്റെ തൊലിയൊക്കെ കറുത്ത് പോയുണ്ട്, ഇനിയിപ്പോൾ ആരും കഴിക്കത്തില്ല. അതിങ്ങനെ വെച്ചേക്കാതെ നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം, അധികം താമസമില്ല. ചായ ഇടുമ്പോഴേക്കും നമുക്ക് കടി ഉണ്ടാക്കാം. പഴമൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊരു തവി വെച്ചോ ഒരു കോർക്ക് കൊണ്ടോ അങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോഴേ നമ്മുടെ ഏത്തപ്പഴമൊക്കെ നല്ലപോലെ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് മധുരം വേണമെന്നുള്ളവർക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. മധുരം വേണ്ടാത്തവർക്ക് ഇടണ്ട, ഈ പഴത്തിൻ്റെ മധുരം കാണും. പിന്നെ വേണമെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഉടച്ചെടുത്തതിനകത്തേക്ക് ഒരു 3 ബ്രെഡ് പീസാക്കി ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇതിൻ്റെ കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്കൊരു ഇച്ചിരി അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2-3 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇല്ലെങ്കിൽ റവ ആയാലും മതി. ഇത് ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. അതുമാത്രമല്ല, നമ്മൾ മാവ് ഇങ്ങനെ ഇച്ചിരി ലൂസായിട്ടിരിക്കുമല്ലോ, അപ്പോൾ ഒന്ന് മുറുകി വരാനായിട്ട് എന്തെങ്കിലും അരിപ്പൊടിയോ റവയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാനുള്ള മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കണ്ടേ, അതിനായിട്ട് നമുക്ക് എണ്ണ അടുപ്പിലേക്ക് വെക്കാം. പാത്രത്തിലേക്ക് സ്നാക്സ് ഉണ്ടാക്കാനുള്ള എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് പിച്ചി ഇട്ട് കൊടുക്കാം. ഷേപ്പൊന്നും ആക്കേണ്ട കാര്യമില്ല, പിച്ചി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയേ. അടിവശം ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോഴേ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ കോരി എടുത്തിട്ടുണ്ട്. എണ്ണ ഒട്ടും ഇതിനകത്ത് പിടിച്ചിരിക്കത്തില്ല, എണ്ണ എല്ലാം അതുപോലെ അങ്ങ് വാർന്നു പോകും. എണ്ണയിലുണ്ടാക്കാത്തവർക്ക് ഇതുപോലെ ഇലയ്ക്കകത്ത് ഇതുപോലെ കനം കുറച്ച് പരത്തിയിട്ട് ഇതുപോലെ ഒരു സൈഡിലോട്ട് പരത്തിയാൽ മതി. എന്നിട്ട് ഈ ഇല വെച്ച് ഇങ്ങനെ അങ്ങ് അടച്ചാൽ മതി. ഇതുപോലെ അടച്ചിട്ട് നമുക്ക് ദോശക്കല്ലിൽ കൊണ്ടിട്ട് ചുട്ടെടുക്കാം. നമുക്ക് ഇത് ചുട്ടെടുക്കാനായിട്ട് കല്ലൊക്കെ ചൂടായി കിടക്കുകയാണ്, അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചൂടായി കിടക്കുന്ന കല്ലിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമ്മുടെ ഇലയുടെയും ശരിയായിട്ടുണ്ടേ. കണ്ടോ, നല്ലപോലെ മൂത്ത് വന്നു. എണ്ണ വേണ്ടാത്തവർക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുമേ. നല്ലപോലെ വെന്ത് വരുമ്പോഴേതാണ്ട് ഇതുപോലെ ഇങ്ങനെ കളർ വ്യത്യാസമാവും. അതുപോലെ ഇലയിൽ നിന്ന് വിട്ട് വരും, മാവിനകത്ത് പിടിക്കത്തില്ല ഇല. അതുപോലെ അതേ പരുവാകുമ്പോൾ ഇത് നമുക്കെടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അത് എണ്ണ വേണ്ടുന്നവർക്ക് എണ്ണയിലിട്ടുണ്ടാക്കി കഴിക്കാം, എണ്ണ വേണ്ടാത്തവർക്ക് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. ഇനി നമുക്കല്പം തക്കാളി സോസും കൂട്ടി ഇത് കഴിക്കാം. ഈ സോസ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്, അധികം മധുരമൊന്നും ചേർക്കാതെ ഉണ്ടാക്കി വെച്ചതാണ്. ഇതുപോലൊരു ഭരണിയിലിട്ട് വെച്ചേക്കുവാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.